ഹായ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റിവിസ്റ്റിക് മൊമെന്റത്തിന്റെ ഡെഫിനേഷനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിലേറ്റിവിസ്റ്റിക് മൊമെന്റം ഡിഫൈൻ ചെയ്യേണ്ടത്? അതിൽ പ്രധാനപ്പെട്ട ഒരു കൺസിഡറേഷൻ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേറ്റിവിസ്റ്റിക് മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കണം, ഒരു കൺസർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കണം. കൺസർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ മൊമെന്റം, മൊമെന്റം എന്ന് പറഞ്ഞ ഒരു വെക്ടർ ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം, വെക്ടർ സം ഓഫ് ഓൾ ദ മൊമെന്റ, ഇറ്റ് ഷുഡ് റിമെയിൻ ദ സെയിം വിത്ത് ടൈം. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇതിനാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് രണ്ട് പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ ടോട്ടൽ മൊമെന്റും ഫൈനൽ ടോട്ടൽ മൊമെന്റും സെയിം ആണെങ്കിൽ നമ്മൾ പറയും മൊമെന്റം കൺസർവ്ഡ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേറ്റിവിസ്റ്റിക് മൊമെന്റം ഡിഫൈൻ ചെയ്യുമ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം വാലിഡ് ആകുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ബിക്കോസ് ദാറ്റ് വുഡ് ബി വെരി യൂസ്ഫുൾ ദെൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ യൂഷ്വൽ ന്യൂട്ടോണിയൻ മൊമെന്റം. ന്യൂട്ടോണിയൻ മൊമെന്റം P is equal to mv. ഇത് കൺസർവ്ഡ് ആണോ? റിലേറ്റിവിസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ ഇതൊരു കൺസർവ്ഡ് ക്വാണ്ടിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് കൺസർവ്ഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇത് കൺസർവ്ഡ് ആകുന്ന രീതിയിൽ നമ്മൾ റിലേറ്റിവിസ്റ്റിക് മൊമെന്റം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ, നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് എടുക്കുമ്പോൾ അത് യൂഷ്വൽ ന്യൂട്ടോണിയൻ ഫോർമുല തന്നെ തരികയും വേണം. സോ ദിസ് ആർ ദ സം ഓഫ് ദ കൺസിഡറേഷൻസ് ദാറ്റ് വി ഹാവ്. ഇത് മാത്രമല്ല, ഈ മൊമെന്റം കൺസർവേഷൻ എന്ന് പറയുന്നത് എല്ലാ ഇനേർഷ്യൽ ഫ്രെയിമിലും ട്രൂ ആയിരിക്കണം. ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ മാത്രം മൊമെന്റം കൺസർവ്ഡ് ആയാൽ പോരാ. ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ കൺസർവ്ഡ് ആവുകയാണെങ്കിൽ എല്ലാ ഇനേർഷ്യൽ ഫ്രെയിമിലും കൺസർവ്ഡ് ആണ്. അല്ലെങ്കിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പോസ്റ്റുലേറ്റ്സിനെ അത് വയലേറ്റ് ചെയ്യും. സോ ദീസ് ആർ അവർ ജനറൽ കൺസിഡറേഷൻസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ലീനിയർ മൊമെന്റ് എന്ന് പറയുന്നത് പി വെക്ടർ ഇസ് ഈക്വൽ ടു എം വി വെക്ടർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ടേം ഒന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യും. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നുള്ള വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നുള്ളത് റിലേറ്റിവിറ്റിക്ക് മുമ്പുള്ള ഫിസിക്സിനെ സൂചിപ്പിക്കാനാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ നോൺ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഓൾസോ അനദർ വേ ഓഫ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഇനി വേറെ ചില ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ട് ക്വാണ്ടം, അതായത് ക്വാണ്ടം മെക്കാനിക്കൽ അല്ലാത്ത ഫിസിക്സിനെയാണ് നമ്മൾ ക്ലാസിക്കൽ എന്നുള്ള വാക്കുകൊണ്ട് മോഡേൺ യൂസേജിൽ കൂടുതലും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളായിട്ട് കൺസിസ്റ്റന്റ് അല്ലാത്ത ഫിസിക്സിലെ നിയമങ്ങൾ, അത്തരം ഫ്രെയിംവർക്സിനെ നമ്മൾ ക്ലാസിക്കൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ സ്പെഷ്യൽ തിയറിയും ജനറൽ തിയറിയും ഒക്കെ ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഭാഗമായിട്ട് വരും, ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോൺ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ ക്ലാസിക്കൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേറ്റിവിറ്റിക്ക് മുമ്പുള്ള ഫിസിക്സ് എന്നാണ്. സോ ഈ ടേം പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഡിഫൈൻ ചെയ്യണം. അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ലീനിയർ മൊമെന്റത്തിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് പി വെക്ടർ ഈസ് ഈക്വൽ ടു എം വി വെക്ടർ, മാസ് ടൈംസ് വെലോസിറ്റി. ഓക്കെ, now this is a useful quantity but because it's conserved. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊളീഷൻ എടുക്കണം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലുള്ള ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ കൊളീഷൻസ് എടുക്കുകയാണെങ്കിൽ the total momentum, the total vector sum of momenta will be the same before and after. Right? This is conservation of momentum. Now, if you want to define a relativistic momentum, okay, നമ്മുടെ കണ്ടീഷൻ ഇതാണ്: we require a p vector that is conserved in a collision for all observers in relative motion at constant velocity. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കൺസിഡറേഷൻ ആണ്. എല്ലാ ഇനേർഷ്യൽ ഫ്രെയിമിലും കൺസർവ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റത്തിന്റെ ഡെഫിനേഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇതിന്റെ വേറൊരു കാര്യം നമുക്കറിയാം, ഈ പി വെക്ടർ ഈക്വൽ ടു എം വി വെക്ടർ എന്ന് പറയുന്ന ക്ലാസിക്കൽ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നോൺ റിലേറ്റിവിസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് when the speed is much less than c. This is very good, this works very well. കൺസർവ്ഡ് ആണ്. റൈറ്റ്, ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ല ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം, ഫോഴ്സ് കിട്ടും, ഇറ്റ്സ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. റൈറ്റ്, ഇറ്റ് വർക്ക്സ് വെരി വെൽ. സോ വി വെക്ടർ മച്ച് ലെസ് ദാൻ സി എന്നുള്ള ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ, ഈ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് പെർഫെക്റ്റ്. റൈറ്റ്, അപ്പോൾ നമ്മുടെ റിലേറ്റിവിസ്റ്റിക് മൊമെന്റം ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആദ്യത്തെ കണ്ടീഷൻ, ഇതിന്റെ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് നമ്മൾ എടുക്കുമ്പോൾ അത് യൂഷ്വൽ ന്യൂട്ടോണിയൻ non-relativistic momentum p vector equal to mv vector എന്നുള്ള റിസൾട്ട് റീപ്രൊഡ്യൂസ് ചെയ്യണം. Right? So these are the two conditions. It has to be conserved in all inertial frames, the relativistic momentum that we are going to define. It has to be conserved in all inertial frames, and in the limit that v is much less than c, it should reduce to p vector is equal to mv vector. Right? These are our considerations. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൊളീഷൻ
സിറ്റുവേഷൻ നോക്കാം. അപ്പോൾ ഇത് ഈ മൊമെന്റം ഡിഫൈൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൊളീഷൻ റിസൾട്ട് ആണ് നമ്മൾ കൊളീഷൻ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, പാർട്ടിക്കിൾ എ ആൻഡ് പാർട്ടിക്കിൾ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ ലാബറട്ടറി ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ ഈ കൊളീഷന്റെ പ്രത്യേകത ഇതാണ്. ദ കൊളീഷൻ ഇസ് സച്ച് ദാറ്റ് ഇൻ ദ ലാബ് ഫ്രെയിം ടു ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് എ ആൻഡ് ബി മൂവ് as shown in figure. ഓക്കെ, അതായത് എ ആൻഡ് ബി രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓൾറൈറ്റ്, there are two particles A and B. അപ്പോൾ ഇത് എക്സ് ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണ്. ഇതിന്റെ എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഹ്യൂജ് ആണ്. ദേ ഹാവ് ഹ്യൂജ് സ്പീഡ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ അതിന് ഹ്യൂജ് ആയിട്ടുള്ള സ്പീഡ് ഉണ്ട്, വലിയ സ്പീഡ് ഉണ്ട്, ഈ ചിത്രം കാണിക്കുന്ന പോലെ. അതുപോലെ വൈ ഡയറക്ഷനിൽ അതിന്റെ സ്പീഡ് കുറവാണ്. അതായത് വൈ ഡയറക്ഷനിലുള്ള അതിന്റെ സ്പീഡ് നോൺ റിലേറ്റിവിസ്റ്റിക് ആണ്. നമുക്ക് റിലേറ്റിവിസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ നമ്മുടെ ഡെഫിനേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, so they move with equal and opposite large speeds in the x direction, okay, and with equal and opposite small speeds in the y direction. Okay, small എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നോൺ റിലേറ്റിവിസ്റ്റിക് ആണ്. സോ v is much less than c. അതായത് ഈ y ഡയറക്ഷനിലുള്ള സ്പീഡ് കാരണം റിലേറ്റിവിസ്റ്റിക് എഫക്ട്സ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതാണ് നമ്മളുടെ ഉദ്ദേശം. റൈറ്റ്, അതേസമയം x ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് കൊണ്ട് നമുക്ക് പരിചയമുള്ള റിലേറ്റിവിസ്റ്റിക് എഫക്ട്സ് എല്ലാം തന്നെ ഉണ്ടാവും. Okay, now their paths are arranged so that they glance off each other and reverse their motion in the y direction. അതായത് ഈ പാർട്ടിക്കിളിന്റെ കൊളീഷൻ കംപ്ലീറ്റ്ലി സിമെട്രിക് ആണ്, രണ്ടും ഒരേപോലത്തെ പാർട്ടിക്കിൾ ആണ്. നമ്മൾ ഈ പെർട്ടിക്കുലർ ഫ്രെയിമിൽ ലാബറട്ടറി ഫ്രെയിമിൽ നോക്കുമ്പോൾ രണ്ട് പാർട്ടിക്കിളിന് ഒരേ സ്പീഡാണുള്ളത്. ഓക്കെ, എക്സ് ഡയറക്ഷനിൽ അതിന്റെ എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഹ്യൂജ് ആണ്. രണ്ട് പാർട്ടികളുടെ എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് വലിയ ഒരു നമ്പറാണ്. റൈറ്റ്, സോ ദേ മൂവ് വെരി ഫാസ്റ്റ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അതേസമയം വൈ ഡയറക്ഷനിൽ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, നോൺ റിലേറ്റിവിസ്റ്റിക് സ്പീഡ്സിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആകെ ഈ ഒരു കൊളീഷനിൽ സംഭവിക്കുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ, ഓക്കെ, ജസ്റ്റ് ആസ് യു സീ ഇൻ ദിസ് പിക്ചർ, ആകെ സംഭവിക്കുന്നത് ഇതിന്റെ വൈ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി റിവേഴ്സ് ചെയ്യപ്പെടുന്നു. റൈറ്റ്, അല്ലെങ്കിൽ വൈ വെലോസിറ്റി ഗെറ്റ്സ് റിവേഴ്സ്ഡ്. അപ്പോൾ അതായത് രണ്ട് പാർട്ടിക്കിൾസ് ഇങ്ങനെ നേരെ വരികയാണ്. ദേ ആർ കമ്മിങ് ലൈക്ക് ദിസ്, ആക്ച്വലി ദേ ആർ കമ്മിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ രണ്ട് പാർട്ടിക്കിൾസ് വരികയാണ്. അപ്പോൾ ആകെ സംഭവിക്കുന്നത് ഇതിനൊരു എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഡിഫറെന്റ് കളർ. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, രണ്ട് പാർട്ടിക്കിൾസ് ഇങ്ങനെ വരികയാണ്. റൈറ്റ്, അതിന് എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റിയും വൈ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. റൈറ്റ്, അപ്പോൾ ഇതാണ് എക്സ് കോമ്പണന്റ്, ദിസ് ഇസ് വൈ കോമ്പണന്റ്. ഓക്കെ, എക്സ് കോമ്പണന്റ്, y component. Alright, let's forget about the sign for a moment. Alright, അപ്പോൾ ഇങ്ങനെ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് തന്നെ എഴുതാം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇത് ബിഫോർ കൊളീഷൻ ആണ്. ഇതിങ്ങനെ അടുത്ത് വരികയാണ്. ഇതാണ് ഇതിന്റെ വെലോസിറ്റി വെക്ടർ. ഓക്കെ, ഇത് ബിഫോർ കൊളീഷൻ ആണ്. ആഫ്റ്റർ കൊളീഷൻ ആകെ സംഭവിക്കുന്നത് അതിന്റെ എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, രണ്ടിന്റെ എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി അങ്ങനെ തന്നെ നിൽക്കും. y കോമ്പണന്റ് ഓഫ് വെലോസിറ്റി വിൽ ഗെറ്റ് റിവേഴ്സ്ഡ്. റൈറ്റ്, ഇത് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഇതാണ് ഇനീഷ്യലി ഉള്ള ബിഫോർ കൊളീഷനുള്ള വൈ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി, ഇതാണ് വൈ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഈ കേസിൽ ഇതാണ് വൈ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ, ദിസ് ഇസ് വൈ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. റൈറ്റ്, സോ ദ പാർട്ടിക്കിൾ വിൽ ഗോ ഇൻ ദിസ് ഡയറക്ഷൻ, ലെറ്റ്സ് സേ വിത്ത് ദ സ്പീഡ് ലൈക്ക് ദിസ്. ഓക്കെ, this is one particle goes like this and the other particle goes like that. Okay, അതാണ് ആക്ച്വലി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിന്റെ y കോമ്പണന്റ് ഓഫ് വെലോസിറ്റി മാത്രം അല്ലെങ്കിൽ y വെലോസിറ്റി മാത്രം റിവേഴ്സ് ചെയ്യപ്പെടും. ഓക്കെ, സോ ദാറ്റ്സ് ദ അറേഞ്ച്മെന്റ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കൊളീഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഫ്രെയിമിലേക്ക് നോക്കാം. റൈറ്റ്, we have to look at it from different inertial frames. Now we can consider two inertial frames, S and S prime. Right, S and S primeന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ S എന്നുള്ള ഫ്രെയിമിൽ എ പാർട്ടിക്കിളിന്റെ എക്സ് വെലോസിറ്റി 0 ആയിരിക്കും. റൈറ്റ്, ഇൻ ദ ഫ്രെയിം എസ് ദ എക്സ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ എ വിൽ ബി 0. റൈറ്റ്, വൈ വെലോസിറ്റി വിൽ ബി നെഗ്ലിജിബിൾ. നമ്മൾ പറഞ്ഞു വൈ വെലോസിറ്റി നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു. സോ വി ഗോ ടു എ ഫ്രെയിം വേർ, ഉദാഹരണത്തിന് എ എന്നുള്ള പാർട്ടിക്കിളിന് ഒരു എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. ഇതേ എക്സ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഇതേ എക്സ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ആ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ എ എന്നുള്ള പാർട്ടിക്കിളിന് വൈ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി മാത്രമുള്ളൂ. അത് വളരെ ചെറിയൊരു നമ്പറാണ്, കാരണം നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സ് കോമ്പണന്റ് 0 ആയിട്ടുള്ള എ എന്നുള്ള പാർട്ടിക്കിളിന്റെ എക്സ് കോമ്പണന്റ് 0 ആയിട്ടുള്ള ഫ്രെയിമിനെയാണ് നമ്മൾ ഫ്രെയിം എസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ബി എന്നുള്ള പാർട്ടിക്കിളിന്റെ എക്സ് വെലോസിറ്റി 0 ആയിട്ടുള്ള ഫ്രെയിമിനെയാണ് നമ്മൾ എസ് പ്രൈം എന്ന് വിളിക്കുന്നത്. റൈറ്റ്, പിന്നെ നമുക്ക് ഇതിന്റെ വൈ വെലോസിറ്റീസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മൾ എക്സ് വെലോസിറ്റി 0 ആയിട്ടുള്ള ഫ്രെയിം ഇങ്ങനെ പറയുന്നതിന് പകരം എ എന്നുള്ള പാർട്ടിക്കിൾ റെസ്റ്റിലുള്ള ഫ്രെയിം എന്ന് പറയാം.
ഓക്കെ, വൈ വെലോസിറ്റി ഉണ്ട്, ബട്ട് ദാറ്റ്സ് നെഗ്ലിജിബിൾ. അപ്പോൾ റിലേറ്റിവിസ്റ്റിക്കിൽ നമ്മൾ പറയുമ്പോൾ എ എന്നുള്ള പാർട്ടിക്കിൾ റെസ്റ്റിലുള്ള ഫ്രെയിമാണ് എസ് ഫ്രെയിം, ബി എന്നുള്ള പാർട്ടിക്കിൾ റെസ്റ്റിലുള്ള ഫ്രെയിമാണ് എസ് പ്രൈം ഫ്രെയിം. ഇപ്പോൾ റെസ്റ്റില എന്ന് പറയുമ്പോൾ ഓർക്കണം, വാട്ട് വി മീൻ ഇസ് ദാറ്റ് ദർ എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി is 0, they can have a small y component of velocity, but it's not relevant in a relativistic context. Okay, I hope the situation is clear now. ഈ രണ്ട് ഫ്രെയിമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. എസ് എന്നുള്ള ഫ്രെയിം ഉണ്ട്, എസ് പ്രൈം എന്നുള്ള ഫ്രെയിം ഉണ്ട്. അതിന്റെ ഓറിയന്റേഷൻ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, സോ S prime moving in the plus x direction with respect to s at a velocity v prime. അതായത് എസ് എന്നുള്ള ഫ്രെയിം എന്താണ്, എ എന്നുള്ള പാർട്ടിക്കിളിന് എക്സ് കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഇല്ലാത്ത ഫ്രെയിമാണ് എസ് എന്നുള്ള ഫ്രെയിം. റൈറ്റ്, എസ് പ്രൈം എന്നുള്ള ഫ്രെയിം ബി ഫ്രെയിമിൽ നോക്കുമ്പോൾ ദ പാർട്ടിക്കിൾ ബി ഇസ് മൂവിങ് വിത്ത് സ്പീഡ് വി, വിത്ത് ആൻ എക്സ് സ്പീഡ് വി. റൈറ്റ്, അപ്പോൾ ആ ഇതിനെ അപേക്ഷിച്ച് വി എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിമാണ് നമ്മൾ എസ് ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത്. റൈറ്റ്, സോ ഇൻ എസ് ഡാഷ് ബി ഇസ് അറ്റ് റെസ്റ്റ് ആൻഡ് ഇൻ എസ് A is at rest. Okay. അപ്പോൾ ഈ എസ് പ്രൈമിലുള്ള കോമ്പണൻസിനെ നമ്മൾ എക്സ് പ്രൈം അല്ലെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സിനെ എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം എന്നാണ് എഴുതുന്നത്. എസ് എന്നുള്ള ഫ്രെയിമിലുള്ള കോർഡിനേറ്റ്സിനെ നമ്മൾ എക്സ് വൈ സെഡ് എന്നാണ് എഴുതുന്നത്. ടൈം ഉണ്ടെങ്കിൽ ടൈമിനെ നമ്മൾ ടി ടി പ്രൈം എന്നിങ്ങനെ റെപ്രസെന്റ് ചെയ്യും. റൈറ്റ്, now before the collision, particle A had been at rest in the frame S and particle B in frame S prime. Alright, അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സിറ്റുവേഷനിൽ let's say that it gets a small y velocity. Alright, അതായത് എക്ക് ഒരു ചെറിയ y velocity ഉണ്ട് പ്ലസ് y ഡയറക്ഷനിൽ, ബി എന്നുള്ളതിന് ഒരു ചെറിയ y velocity ഉണ്ട് മൈനസ് y ഡയറക്ഷൻ, ഇൻ ദ മൈനസ് y പ്രൈം ഡയറക്ഷൻ. Alright, ബിയുടെ കാര്യം നമ്മൾ പറയുന്നത് എസ് പ്രൈം ഫ്രെയിമിൽ നിന്നാണ്, എയുടെ കാര്യം പറയുന്നത് എസ് ഫ്രെയിമിൽ നിന്നാണ്. Okay, അപ്പോൾ നമ്മൾ ഇതിന്റെ സ്പീഡ് എടുക്കുന്ന ഇങ്ങനെയാണ്. ദ ഡയറക്ഷൻ ഓഫ് സ്പീഡ് ഇസ് ഇൻ സച്ച് എ വേ ദാറ്റ് വി എ ഇസ് ഈക്വൽ ടു വി ബി പ്രൈം. അതായത് എസ് എന്നുള്ള ഫ്രെയിമിൽ എക്ക് എന്ത് വെലോസിറ്റി ആണോ ഉള്ളത്, വൈ വെലോസിറ്റി ആണോ ഉള്ളത്, അത് തന്നെയാണ് എസ് പ്രൈം എന്നുള്ള ഫ്രെയിമിൽ particle B ഉള്ളത്. Right, അതായത് വി എ is equal to വി ബി prime. Okay, this is the velocity of particle A as measured from the frame S, and this is the velocity of particle B, actually the y component of velocity of particle B as measured from the frame S prime. അപ്പോൾ ഈ രണ്ട് ഫ്രെയിമിലുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വി എ ഈക്വൽ ടു വി ബി പ്രൈം എന്ന് എഴുതുന്നത്. റൈറ്റ്, ഇതിന്റെ അർത്ഥം എൻറ്റയർലി സിമെട്രിക് ആണ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി സിമെട്രിക്. So when the two particles collide, A rebounds in the minus y direction at the speed va, while B rebounds in the plus y direction at the speed vb prime. Right, അത് നമ്മൾ A എന്നുള്ള പാർട്ടിക്കിൾ റെസ്റ്റിലുള്ള ഫ്രെയിം ആണ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, A എന്നുള്ള പാർട്ടിക്കിളിന്റെ എക്സ് വെലോസിറ്റി റെസ്റ്റിലുള്ള ഫ്രെയിം. സോ A പാർട്ടിക്കിൾ നമ്മൾ S എന്നുള്ള ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, റൈറ്റ്, if you are looking at it from the frame S, particle A does not move in the x direction. X direction മൂവ്മെന്റ് ഇല്ല, പക്ഷെ y directionൽ va എന്നുള്ള സ്പീഡിൽ ഒരു മൂവ്മെന്റ്. So it goes like that. It goes like that and comes back with the same speed. ഇതാണ് സംഭവിക്കുന്നത്. റൈറ്റ്, അതാണ് ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. It goes and comes back. It has only y velocity. ഇതിന് y velocity മാത്രമേ, ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും S എന്നുള്ള ഫ്രെയിമിൽ A എന്നുള്ള പാർട്ടിക്കിളിന് y velocity മാത്രമേ ഉള്ളൂ. Okay, so this is how you see it, the same collision from the frame S. Now, if you are looking at it from the frame S prime, ഇവിടെ കാണുന്നത് S prime എന്നുള്ള ഫ്രെയിം എന്താണ്, B പാർട്ടിക്കിളിന്റെ x velocity 0 ആയിട്ടുള്ള ഫ്രെയിമാണ്. പാർട്ടിക്കിൾ ബിയുടെ എക്സ് വെലോസിറ്റി 0 ആയിട്ടുള്ള ഫ്രെയിമാണ്. അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ എസ് പ്രൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ പാർട്ടിക്കിൾ ബി കംസ് ലൈക്ക് ദിസ് along the y direction. It does not move in the x direction and just reverses its y velocity and goes back. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. Alright, അതാണ് ഇവിടെ പറയുന്നത്. A rebounds in the minus y direction at the speed va, while B rebounds in the plus y prime direction at the speed vb prime. Okay, ഇത് entirely symmetric ആണെന്ന് കാണിക്കുന്ന ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. Alright, so one is the viewpoint from frame S, the other one is the viewpoint from frame S prime. Alright, okay, now if the particles are thrown from positions y apart, right, ഈ രണ്ട് particles തമ്മിലുള്ള distance separation, okay, y ആണെന്ന് കരുതുക. അത് അതിന്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് y എന്നുള്ള ഡിസ്റ്റൻസിലാണെന്ന് കരുതുക. Alright, അപ്പോൾ ഇത് മീറ്റ് ചെയ്യുന്നത്, കൊളീഷൻ ഒക്കർ ചെയ്യുന്നത് y is equal to half y, ഇതിന്റെ എക്സാക്ട്ലി ഹാഫ് പോയിന്റിലാണ്, മിഡ് പോയിന്റിലാണ് കൊളീഷൻ സംഭവിക്കുന്നത്. റൈറ്റ്, എക്സാക്ട്ലി മിഡ് പോയിന്റിലാണ് കൊളീഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് y is equal to half y, y is equal to half y എന്നുള്ള പോയിന്റിലാണ് കൊളീഷൻ സംഭവിക്കുന്നത്. Alright, ഓക്കെ, ഇനി നമുക്കറിയാം y വെലോസിറ്റി നെഗ്ലിജിബിൾ ആയതുകൊണ്ട്, റൈറ്റ്, നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുന്ന സമയത്ത് അതിന്റെ എക്സ് വെലോസിറ്റി മാത്രം നമ്മൾ എടുത്താൽ മതി, എക്സ് വെലോസിറ്റിയുടെ കോൺട്രിബ്യൂഷൻ മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എക്സ് പരസ്പരം എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിംസ് എടുക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് y is equal to y prime.
റൈറ്റ്? നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. കാരണം ഇവിടെ റെലവെന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് എക്സ് ഡയറക്ഷനിൽ മാത്രമാണ്. അപ്പോൾ അതിന്റെ ഓർത്തോഗണൽ കോർഡിനേറ്റ്സിന് ചേഞ്ച് വരില്ല. y ഈക്വൽ ടു y പ്രൈം ആൻഡ് z ഈക്വൽ ടു z പ്രൈം. ഓക്കെ, എക്സ് ഈക്വൽ ടു ഗാമ എക്സ് പ്രൈം മൈനസ് വി ടി എന്നിങ്ങനെ കണ്ടിട്ടുണ്ടാവും. അതെ, അല്ലെങ്കിൽ എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു ഗാമ എക്സ് മൈനസ് വി ടി എന്നിങ്ങനെ കണ്ടിട്ടുണ്ടാവും. ബട്ട് y ഈസ് ഈക്വൽ ടു y പ്രൈം എക്സെട്ര. റൈറ്റ്? ബിക്കോസ് ദ y വെലോസിറ്റി ഈസ് നെഗ്ലിജിബിൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ y ഈസ് ഈക്വൽ ടു ഹാഫ് y എന്ന് എഴുതാം. റൈറ്റ്? ബട്ട് y പ്രൈം ഈസ് ഓൾസോ ഹാഫ് y. ഈ y, ക്യാപിറ്റൽ Y എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ ആണ്. ദിസ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു പാർട്ടിക്കിൾസ് അറ്റ് ദ മൊമെന്റ് ദേ വർ ത്രോൺ അറ്റ് ഈച്ച് അതർ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റൗണ്ട് ട്രിപ്പ് ടൈം നോക്കാം. വാട്ട്സ് ദ ടൈം ടേക്കൺ ഫോർ എ റൗണ്ട് ട്രിപ്പ്? ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഫ്രെയിം എ, പാർട്ടിക്കിൾ എയുടെ ഫ്രെയിമിൽ നിന്ന് എടുക്കാം. ഓക്കെ, അതായത് പാർട്ടിക്കിൾ എ റെസ്റ്റിലുള്ള ഫ്രെയിം എന്ന് പറയുന്നത് എസ് ഫ്രെയിമിലാണ്. Okay, but S frame particle A is practically at rest. Okay, particle A is practically at rest. It has a small y component of velocity, but we don't worry about that because it is small. Okay, അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കിൾ എ റെസ്റ്റിൽ ആകുമ്പോഴുള്ള ടൈമിന് നമുക്ക് t0 എന്ന് വിളിക്കാം. That's the proper time. Okay, that's a clock attached on the particle A. അപ്പോൾ ഇവിടെ ഈ റൗണ്ട് ട്രിപ്പ് ടൈം t0 എന്ന് പറയുന്നത് is equal to the total distance traveled. ഇത് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ Y ആണ്. റൈറ്റ്? അതായത് ഹാഫ് y പ്ലസ് ഹാഫ് y. ഓക്കെ, ഇത് ഹാഫ് y ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വന്നു, ഹാഫ് y ഡിസ്റ്റൻസ് തിരിച്ചു പോയി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y, ഹാഫ് y പ്ലസ് ഹാഫ് y, ദാറ്റ്സ് ഈക്വൽ ടു y. റൈറ്റ്? വാട്ട്സ് ദ സ്പീഡ്? നമ്മൾ സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇത് y ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ y ഡയറക്ഷനിലുള്ള സ്പീഡ് എന്ന് പറയുന്നതാണ് നമ്മൾ y ഡയറക്ഷനിലുള്ള സ്പീഡിനെയാണ് നമ്മൾ va എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് va. Okay, so we know that time is equal to distance divided by velocity or distance divided by speed. We total round trip time in എടുക്കുന്ന സമയം എന്ന് പറയുന്നത് t0 is equal to y divided by va. Why do we write this time as t0? Because this is the time as measured in a frame, from a frame in which the particle A is at rest. അതായത് A എന്നുള്ള പാർട്ടിക്കിൾ അറ്റാച്ച് ചെയ്ത ക്ലോക്കിൽ മെഷർ ചെയ്ത ടൈമാണ്. Alright, so we call this as the proper time and this is why it is called t0. Okay. Alright. Now, നമ്മുടെ ബിയുടെ കാര്യം എസ് പ്രൈമിൽ നോക്കുമ്പോൾ ഇത് എക്സാക്ട്ലി സെയിം ആണ്. കാരണം ഇത് എൻറ്റയർലി സിമെട്രിക് ആണെന്ന് പറഞ്ഞു. റൈറ്റ്? എയുടെ, അതായത് എസ് എന്നുള്ള ഫ്രെയിമിൽ എ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് എക്സാക്ട്ലി അതേ കാര്യങ്ങൾ തന്നെയാണ് എസ് പ്രൈം എന്നുള്ള ഫ്രെയിമിൽ ബിയുടെ ബിഹേവിയർ. റൈറ്റ്? അപ്പോൾ എസ് പ്രൈം എന്നുള്ള ഫ്രെയിമിൽ പ്രാക്ടിക്കലി പാർട്ടിക്കിൾ ബി ഇസ് അറ്റ് റെസ്റ്റ്. സോ t0 അവിടെ നമുക്ക് t0 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ വി ബി പ്രൈം എന്ന് എഴുതാം. റൈറ്റ്? വി എയും വി ബി പ്രൈമും സെയിം ആയതുകൊണ്ട് ഇതിന് രണ്ടിനും നമ്മൾ t0 എന്ന് തന്നെ എഴുതിയാൽ മതി. t0 പ്രൈം t0 അങ്ങനെ t0 a t0 b എന്ന് എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ എഴുതിയിരുന്നു വി എ ഇസ് ഈക്വൽ ടു വി ബി പ്രൈം. ആൻഡ് ഈ കേസിൽ രണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്, y ടോട്ടൽ ഡിസ്റ്റൻസ് സെയിം ആണ്. ദാറ്റ്സ് ക്യാപിറ്റൽ Y, ഹാഫ് y പ്ലസ് ഹാഫ് y, ദാറ്റ്സ് y. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് സെയിം ആണ്, വെലോസിറ്റി സെയിം ആണ്. ഓക്കെ, ഡിഫറെന്റ് ഫ്രെയിംസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ t0 എന്നുള്ളതിന് y ഡിവൈഡ് ബൈ വി ബി പ്രൈം എന്ന് എഴുതാം. ഫൈൻ. ഓക്കെ, നൗ വി ആസ്ക് അനദർ ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ സ്പീഡ് of particle B in the frame S? S എന്നുള്ള ഫ്രെയിമിൽ പാർട്ടിക്കിൾ ബിയുടെ സ്പീഡ് എന്താണ്? ഓക്കെ, എസ് എന്നുള്ള ഫ്രെയിമിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിലും എസ് എന്നുള്ള ഫ്രെയിമിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിലും ബി എന്നുള്ള പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല, അത് y തന്നെയാണ്. റൈറ്റ്? കാരണം എസ് എന്നുള്ള ഫ്രെയിമും എസ് ഡാഷ് എന്നുള്ള ഫ്രെയിമും തമ്മിൽ റിലേറ്റീവ് മൂവ്മെന്റ് ഉള്ളത് എക്സ് ഡയറക്ഷനിലാണ്. ഓക്കെ, റെലവെന്റ് ആയിട്ടുള്ള റിലേറ്റീവ് മൂവ്മെന്റ് എക്സ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് പെർപെൻഡിക്കുലർ കോർഡിനേറ്റ്സിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് y തന്നെയാണ്. റൈറ്റ്? സോ വി ബി ക്യാൻ ബി റിട്ടൺ ആസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് അഗെയിൻ y, ബട്ട് ദർ ഇസ് എ പ്രോബ്ലം. ദ ടോട്ടൽ ടൈം വി ഹാവ് ടു റൈറ്റ് ആസ് ക്യാപിറ്റൽ T. ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു t0. കാരണം എന്താണ്? എസ് എന്നുള്ള ഫ്രെയിമിൽ ബി എന്നുള്ള പാർട്ടിക്കിൾ വളരെ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ് എന്നുള്ള ഫ്രെയിമിൽ പാർട്ടിക്കിൾ ബി ഇസ് മൂവിങ് അറ്റ് എ ഹൈ സ്പീഡ്. റൈറ്റ്? അപ്പോൾ അത് എസ് എന്നുള്ള ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എസ് എന്നുള്ള ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ എ ഡസ് നോട്ട് മൂവ് ഇൻ എക്സ് ഡയറക്ഷൻ. റൈറ്റ്? ബട്ട് പാർട്ടിക്കിൾ ബി ഈസ് മൂവിങ് ഇൻ ദ എക്സ് ഡയറക്ഷൻ അറ്റ് എ വെരി ഹൈ സ്പീഡ്. റൈറ്റ്? സോ അത് ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് there will be time dilation. There will be time dilation. What is T? T is the time required for B to make its round trip as measured in frame S. S എന്നുള്ള ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ കാണുന്ന ടൈമാണ് ക്യാപിറ്റൽ T. റൈറ്റ്? t0 എന്ന് പറയുന്നത് എസ് ഡാഷ് എന്നുള്ള ഫ്രെയിമിൽ മെഷർ അല്ലെ എസ് പ്രൈം എന്നുള്ള ഫ്രെയിമിൽ മെഷർ ചെയ്തപ്പോഴുള്ള ടൈമാണ്. അതാണ് t0. ഓക്കെ, now we know how T and t0 are connected. Right? t0 എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ബിയുടെ പ്രോപ്പർ ടൈമാണ്. T എന്ന് പറയുന്നത് വേറെ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ പാർട്ടിക്കിൾ ബി
റെസ്റ്റിലല്ലാത്ത ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴുള്ള ടൈമാണ്. വി നോ ഹൗ ദേ ആർ കണക്റ്റഡ്. ഓൾറൈറ്റ്, we know the time dilation formula. T is equal to T0 divided by square root of 1 minus V square by C square. Right? Or we can write T0, or yeah, this is fine. Right? T equal to T0 divided by square root of 1 minus V square by C square. Right? അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ we see that VB is equal to y divided by T എന്നാണ് നമ്മൾ എഴുതിയത്. So y divided by T0 divided by square root of 1 minus V square by C square. Okay, I'll write it here again. VB, this is seen from the frame S. This is y divided by T. This is equal to y divided by T0 by square root of 1 minus V square by C square. This is nothing but y divided by T0 multiplied by square root of 1 minus V square by C square. This is just because of time dilation. Okay, so we get VB is equal to y square root of 1 minus V square by C square divided by T0. Alright, what was VA? നമ്മളിപ്പോൾ ഫ്രെയിം എസിൽ നിന്നാണ് ഇതെല്ലാം നോക്കുന്നത്. അപ്പോൾ അവിടെ വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടു. എസ് എന്നുള്ള ഫ്രെയിമിൽ എ പാർട്ടിക്കിൾ ഇസ് അറ്റ് റെസ്റ്റ്. Right? It does not move in the x direction. So VA is equal to y by T0. That's also fine. Okay. Now we have got the velocities of two particles in one frame. S എന്നുള്ള ഫ്രെയിമിൽ രണ്ട് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നമുക്ക് കിട്ടി. എ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും ബി പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും. Right? Actually നമ്മൾ y component of velocity ആണ് എടുത്തിരിക്കുന്നത്. ഒന്ന് y by T0യും ഒന്ന് y divided by T0 multiplied by square root of 1 minus V square by C square ആണ്. Okay. ഇനി നമുക്ക് classical definition of momentum അല്ലെ non-relativistic definition of momentum P equal to mv vector ഉപയോഗിച്ച് നോക്കാം. Alright, അപ്പോൾ പാർട്ടിക്കിൾ എയുടെ മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ്സ് MAVA is equal to MA y by T0. PB is equal to mass multiplied by velocity. നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുന്നു. Right? We are looking only at the magnitude, so forget about the vector for a moment. Okay, so PA is equal to MAVA. അല്ലെങ്കിൽ നമ്മൾ y component y ഡയറക്ഷനിലുള്ള മൊമെന്റം എന്ന അർത്ഥത്തിൽ പറഞ്ഞാലും y ഡയറക്ഷനിൽ മൊമെന്റ്, ബട്ട് ഇറ്റ്സ് ഓൾസോ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ്. നമ്മൾ ടോട്ടൽ സ്പീഡാണ് എടുത്തത്. റൗണ്ട് ട്രിപ്പിന് എടുക്കുന്ന സമയവും അതിന്റെ ആവറേജ് സ്പീഡും ഒക്കെയാണ് എടുത്തത്. അപ്പോൾ അതിന്റെ മൊമെന്റം വിൽ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് MAVA, ദാറ്റ്സ് ഈക്വൽ ടു MAY by T0. PB is equal to MBVB. This is from the viewpoint of frame S. This is equal to ഇവിടെ 1 by square root of 1 minus V square by C square extra ഉണ്ട്. Right? So it's MB is equal to PB is equal to MB square root of 1 minus V square by C square y by T0. Okay, നമ്മൾ കാണുന്നത് PA is not equal to PB. Alright, so if we use the usual Newtonian momentum, we see that PA is not equal to PB. PA is not equal to PB. Alright, is this a problem? I'll explain why this is a problem. Okay, the y component of momentum just reverses direction after collision. നമ്മൾ മുൻപ് പറഞ്ഞത് the y component of momentum just reverses its direction in a collision. നമ്മൾ ലാബറട്ടറി ഫ്രെയിമിൽ നിന്ന് നോക്കിയപ്പോൾ y component of momentumത്തിന്റെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് പാർട്ടിക്കിളിന്റെയും y component of momentum സെയിം ആയിരിക്കണം. ദിസ് ഇസ് ജസ്റ്റ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതായത് മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കുന്ന കണ്ടീഷൻ ഇവിടെ വരുന്നത് ഈ രണ്ട് പാർട്ടിക്കിളിന്റെയും y component of momentum സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ്. ഓക്കെ, ഉദാഹരണത്തിന് ഓക്കെ എ എന്നുള്ള പാർട്ടിക്കിളിന്റെ PY ബി എന്നുള്ള പാർട്ടിക്കിളിന്റെ PYനേക്കാളും കൂടുതലാണെന്ന് കരുതുക. റൈറ്റ്, അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഇന്ററാക്ഷൻ ഇതാണ്. എ എന്നുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു. റൈറ്റ്, ബി എന്നുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു. റൈറ്റ്, ഇനി എ എന്നുള്ള പാർട്ടിക്കിളിന്റെ PY y മൊമെന്റം ബി എന്നുള്ള പാർട്ടിക്കിളിന്റെ y മൊമെന്റത്തെക്കാളും കൂടുതലാണെന്ന് കരുതുക. റൈറ്റ്, അങ്ങനെയാണ് ബിഫോർ കൊളീഷൻ. ഇതാണ് ബിഫോർ കൊളീഷൻ. റൈറ്റ്, ബിഫോർ കൊളീഷൻ the total PY would point in the plus y direction. അല്ലെ, പാർട്ടിക്കിൾ എ ഇങ്ങനെയാണ് വരുന്നത്. റൈറ്റ്, പാർട്ടിക്കിൾ എയുടെ PY എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ബിയുടെ PYനേക്കാളും കൂടുതലാണെന്ന് കരുതുക. കൂടുതൽ എന്ന് പറഞ്ഞാൽ വലിയ ആരോണ് ഇട്ടിരിക്കുന്നത്. റൈറ്റ്, ഇത് ബിഫോർ കൊളീഷൻ ആണ്. അങ്ങനെയാണ് ബിഫോർ കൊളീഷൻ മൊമെന്റം ടോട്ടൽ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ പ്ലസ് y ഡയറക്ഷനിലാണ്. റൈറ്റ്, കാരണം ഈ ആരോ ഇവിടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ യു ഗെറ്റ് എ സ്മോൾ ആരോ ഇൻ ദ പ്ലസ് y ഡയറക്ഷൻ. റൈറ്റ്, ഇനി അതേസമയം കൊളീഷൻ കഴിയുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? കൊളീഷൻ കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു y വെലോസിറ്റി റിവേഴ്സ് ആകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. y വെലോസിറ്റി റിവേഴ്സ് ആകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ എന്തായിരിക്കും? കാരണം മാറ്റം വന്നിട്ടില്ല, മൊമെന്റത്തിന് മാറ്റം വന്നില്ല, y component of momentum അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിന് മാറ്റം വന്നിട്ടില്ല. റൈറ്റ്, അപ്പോൾ ബിഫോർ കൊളീഷൻ എയുടെ PY എന്ന് പറയുന്നത് ബിയുടെ PYനേക്കാളും കൂടുതലാണെങ്കിൽ ബിഫോർ കൊളീഷൻ ടോട്ടൽ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ആഫ്റ്റർ കൊളീഷനും പാർട്ടിക്കിൾ എയുടെ മൊമെന്റം പാർട്ടിക്കിൾ ബിയുടെ മൊമെന്റത്തെക്കാളും കൂടുതലാണ്. ഇപ്പോൾ റിസൾട്ടന്റ് ഡയറക്ഷൻ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, -y ഡയറക്ഷനിലായിരിക്കും. Okay, this means that momentum wouldn't be conserved. Right?
So suppose A's py was larger than B's py, then total py would point in plus y direction before collision. അതാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ആഫ്റ്റർ കൊളീഷനോ, ആഫ്റ്റർ കൊളീഷനും പാർട്ടിക്കിൾ എയുടെ മൊമെന്റം പി വൈ മൊമെന്റം പാർട്ടിക്കിൾ ബിയുടെ പി വൈ മൊമെന്റത്തെക്കാളും കൂടുതലാണെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ ടോട്ടൽ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പം മൊമെന്റം കൺസേർവ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസേർവ്ഡ് ആണ്. അതായത് എക്കും ബിക്കും ഡിഫറെന്റ് പി വൈ ഉണ്ടെങ്കിൽ that means that momentum is not conserved. The total momentum is not conserved. Okay, അതായത് if A and B have different py, that would mean that momentum is not conserved. അതായത് നമ്മൾ ന്യൂട്ടോണിയൻ ഡെഫിനേഷൻ ഫോർ മൊമെന്റം P is equal to mv വെക്ടർ എന്നുള്ള ഡെഫിനേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. PA is equal to MA multiplied by y by t0, but PB is equal to MB. Okay, we said that MA is equal to MB. Alright, MA യും MB യും ഈക്വൽ ആണ്. രണ്ട് പാർട്ടിക്കിൾസും ഐഡന്റിക്കൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് PA is equal to M multiplied by y by t0 and PB is equal to M multiplied by y by t0, and then there's a factor 1 minus v square by c square. So you see that PB is less than PA by a factor of square root of 1 minus v square by c square. Okay, momentum conservation demands that in this situation, നമ്മൾ consider situation, momentum conservation demands that PA has to be equal to PB. Alright, but നമ്മൾ Newtonian definition for momentum എടുക്കുകയാണെങ്കിൽ PA is not equal to PB. In other words, momentum is not conserved if we use the definition P is equal to mv. Alright, so we see that the Newtonian expression Py is equal to mvy cannot be the correct one for momentum in the relativistic situation, because then B's momentum would be smaller than A's momentum by a factor 1 by gamma is equal to square root of 1 minus v square by c square. Alright, so due to the different value of Vy, due to their different y velocities. Okay, ഇനി ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതായത് നമ്മൾ ഈ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ, നമുക്ക് കിട്ടിയ റിസൾട്ട് PA is equal to M multiplied by V vector എന്നാണ് നമ്മൾ എഴുതിയത് അല്ലേ. M multiplied by VA vector എന്ന് എഴുതി. Alright, PB എന്നുള്ളത് നമ്മൾ M multiplied by VB vector എന്ന് എഴുതി, but this was equal to MVA vector multiplied by 1 square root of 1 minus v square by c square. Okay, P അതായത് ഇത് 1 by gamma ആണ്. നമുക്ക് MVA vector divided by gamma എന്ന് എഴുതാം. Okay, MVB vector equal to MVA vector divided by gamma എന്ന് എഴുതാം. Okay, or we see that അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം കാണാവുന്നത്, നമ്മൾ ഈ ഗാമ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ പ്രോബ്ലം തീർന്നു. This problem just disappears if you multiply by a gamma factor. അതായത് PA vector is equal to MVA vector എന്ന് എഴുതുന്നതിന് പകരം we write it as PA vector is equal to gamma MVA vector. And we write PB vector is equal to gamma MVB vector. Is the problem solved? Actually yes. Why? കാരണം പാർട്ടിക്കിൾ എക്കുള്ള ഗാമ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് y വെലോസിറ്റി നെഗ്ലിജിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് പ്രാക്ടിക്കലി അറ്റ് റെസ്റ്റ്. നമ്മൾ ഫ്രെയിം എസിൽ നിന്നാണ് നോക്കുന്നത്. So gamma is equal to 1. So V is much less than C, and gamma is equal to 1 for particle A. So this is MVA vector. Right? And PB is equal to gamma MVB vector. This is equal to gamma MVB എന്നുള്ളതിനെ നമ്മൾ എഴുതി VA divided by gamma, and this gamma cancel, and you get PB also equal to MVA vector, or in other words PA vector is equal to PB vector if the definition for momentum is gamma MV. Alright, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. Okay, so you just define PY is equal to gamma MVY. Alright, അതായത് y component of momentum നമ്മൾ PY equal to gamma MVY എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ the problem is solved. Alright, you get a momentum that is conserved. Alright, so you see that P is equal to, or PY is equal to MVY is not conserved, but PY is equal to gamma MVY is conserved. Okay, so our first guess from this particular experiment is that relativistic momentum should be gamma MV, not MV, but gamma MV. Okay,
So explanation goes like this. As I said, note that gamma is almost equal to 1 for particle A because we have carried out the calculation from a frame in which particle A has 0x velocity and a negligible y velocity. Alright, അതുകൊണ്ട് particle A practically റെസ്റ്റിലിരിക്കുന്ന ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേഷൻ എടുത്തത്. അതുകൊണ്ട് particle Aക്കുള്ള ഗാമ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. It's almost equal to 1. Alright, what about particle B? നമ്മൾ എടുത്ത ഫ്രെയിമിൽ particle B is moving very fast in the y direction. It's moving, it's moving very fast in the x direction. So there will be this gamma factor. There will be this gamma factor. Okay, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ എയുടെ കാര്യത്തിൽ the contribution for to gamma factor is nil from Vx and negligible from Vy. This is for particle A. What about particle B? For particle B, it has a huge velocity along the x direction and a small speed along y direction. So the contribution to the gamma factor from Vx cannot be neglected. There will be a non-negligible, all right, a contribution to the gamma factor from Vx for particle B. Some particle A can have a contribution illa. And then if you see this, then the momentum is actually conserved. Then PA vector is equal to PB vector. All right, രണ്ട് facts നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ I'll just repeat what I said before. Okay, if we use these two facts, we just use these two facts, all right, and check whether this definition for momentum is fine. All right, അപ്പോൾ particle A ക്കുള്ള momentum എന്തായിരിക്കും? PA would be equal to, since gamma is almost equal to 1, this would be equal to, okay, let's say gamma MVA vector, that's equal to gamma MV. Okay, or gamma MVA, sorry, that's equal to MVA because gamma is almost equal to 1. What about PB? PB is equal to, നമ്മൾ ഇതുപോലെ തന്നെ y component ആണ് പറയുന്നത്. Okay, നമ്മൾ പാർട്ടിക്കിൾ B യുടെ y component ആണ് പറയുന്നത്. That's gamma MVB vector. All right, but VB vector is related to VA vector. VB vector is related to VA vector. This is gamma M VA divided by gamma, right? Because of time dilation. Okay, and then these terms just cancel, and you see that both PA and PB are same if you take the definition P is equal to gamma MV. Okay, so thus momentum conservation can be ensured by defining the momentum as P is equal to gamma MV or PY. നമ്മളിപ്പോൾ ഇവിടെ y component of momentum കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. PY is equal to gamma MVY. Okay, alright, ഇതിപ്പോൾ നമ്മൾ 1 ഡയമെൻഷനിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നാം. റൈറ്റ്, യു ക്യാൻ ഹാവ് എ ഡൗട്ട്. അപ്പോൾ നമ്മൾ PY മാത്രമല്ലേ പറഞ്ഞത്? PY is equal to gamma MVY. ഈ ഗാമ ഫാക്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈ ഗാമ is equal to 1 by square root of 1 minus Vy square by C square, or is it equal to 1 by square root of 1 minus Vx square by C square? What is this equal to? Okay, the answer is that it is 1 minus V square by C square, where V square is the magnitude of the velocity. All right, it's a total speed. അതായത് ഇവിടെ ഈ ഗാമ ഫാക്ടറിൽ ആക്ച്വലി വരേണ്ടത് V is equal to square root of Vx square plus Vy square plus Vz square എന്നുള്ളതാണ്. Okay, it's not Vx, Vy or Vz separately, it's the magnitude. Okay, അപ്പോൾ 3 dimensionലേക്ക് പോകുമ്പോൾ this is important, right? When you go to 3 dimensions, this is actually important. Okay, so to obtain the 3-dimensional version of P vector, we can use the fact that P vector must point in the same direction as V vector. Right? അത് ഞാൻ എടുത്ത claim ഇതാണ്. In 3 dimension, we have to define P vector is equal to gamma MV vector. Okay, with Px is equal to gamma MVx, Py is equal to gamma MVy, Pz is equal to gamma MVz. And what is gamma? And gamma is 1 by square root of 1 minus V square by C square, and where V is square root of Vx square plus Vy square plus Vz square. Alright, so that's the reasoning here. Okay, now we'll see why this has to be true. Okay, ഇത് ശരിയാവേണ്ട കാര്യം നമ്മൾ പറയുന്നത് P വെക്ടറിനും V വെക്ടറിനും ഒരേ ഡയറക്ഷൻ ആണ് വേണ്ടത്. Okay, വെലോസിറ്റി വെക്ടറിനും മൊമെന്റം വെക്ടറിനും ഒരേ ഡയറക്ഷൻ ആണ് വേണ്ടത്. നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഒരേ ഡയറക്ഷൻ, എന്തുകൊണ്ട് വേറെ ഡയറക്ഷൻ ആയിക്കൂടാ എന്ന ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാം. റൈറ്റ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മളൊരു മൂവിങ് പാർട്ടിക്കിൾ എടുക്കുമ്പോൾ അതിന്റെ ഡിഫൈൻഡ് ആയിട്ടുള്ള ആകെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. നമ്മളൊരു പെർട്ടിക്കുലർ റെഫറൻസ് ഫ്രെയിം എടുത്തു, അവിടെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏക ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ വി വെക്ടറിന്റെ ഡയറക്ഷനാണ്. റൈറ്റ്, ഇനി പി വെക്ടറിന്റെയും വി വെക്ടറിന്റെ ഡയറക്ഷൻ സെയിം അല്ല എന്ന് കരുതുക. ഓക്കെ, പി വെക്ടറിന്റെയും വി വെക്ടറിന്റെ ഡയറക്ഷൻ സെയിം അല്ല എന്ന് കരുതുക. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ പി വെക്ടർ ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഇൻ ദാറ്റ് കേസ് പി വെക്ടർ ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്.
For example, suppose p vector and v vector are at an angle theta. Theta എന്നുള്ള ആംഗിളിലാണ് p vector ഉം v vector ഉള്ളതെന്ന് കരുതുക. Alright? പക്ഷേ theta എന്നുള്ള ആംഗിളിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ട്. It could be this or this. This means that p vector cannot be well defined unless it has the same direction as v vector. v vector ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ v vector ആയിട്ട് theta എന്നുള്ള ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ it could be this direction or it could be this direction. Alright? So it would be it is impossible to define a p vector which is not parallel to v vector, which is not in the same direction as v vector. Okay. All right. So that's what we have explained here. All right. So the correct expression for momentum vector must be p vector is equal to gamma mv vector, which is equal to mv vector divided by square root of 1 minus v square by c square, where this v square involves all three components, vx square plus vy square plus vz square. Okay. ഇങ്ങനെ അല്ലെങ്കിൽ you will see that if this is not true, that ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് vx എന്നോ vy എന്നോ അങ്ങനെ ഏതെങ്കിലും ആണുള്ളതെങ്കിൽ you will see that p vector and v vector do not have the same direction, right? And that's not something that we want. So we need to define a momentum in such a way that p vector and v vector have the same direction. ഇത് ആക്ച്വലി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. p vectorന്റെയും v vectorന്റെ ഡയറക്ഷൻ സെയിം ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയുക? ആ ഡയറക്ഷൻ ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എടുത്താൽ മതി. Unit vector എങ്ങനെയാണ് എടുക്കുക? p vector divided by modulus of p vector. What's the unit vector in the direction of p vector? That is equal to p vector divided by modulus of p vector. നമുക്ക് ചെയ്യാം. p vectorന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? p vector was defined as gamma mv vector. Okay, so this is actually നമ്മൾ ഇതായിട്ട് എഴുതുകയാണെങ്കിൽ this is gamma m vx x hat plus gamma m vy y hat plus gamma m vz z hat. ഇതാണ് v vector എന്ന് പറയുന്നത്. ഇതിന്റെ മൂന്ന് കോമ്പണൻസ് ആണ് vx ഉം vy ഉം vz ഉം. റൈറ്റ്, വെലോസിറ്റിയുടെ മൂന്ന് കോമ്പണൻസ് ആണ് vx ഉം vy ഉം vz ഉം. അതുകൊണ്ടാണ് p vector is equal to gamma m vx x hat gamma m vy y hat plus gamma m vz z hat എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. What's modulus of p vector? Modulus of p vector നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. It's gamma square m square vx square plus gamma square m square vy square plus gamma square m square vz square whole raised to 1 by 2. ഇതാണ് മോഡുലസ് ഓഫ് പി വെക്ടർ. നമുക്കറിയാം ഒരു എ വെക്ടർ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ എ എക്സ് എക്സ് ഹാറ്റ് പ്ലസ് എ വൈ വൈ ഹാറ്റ് പ്ലസ് എ സെഡ് സെഡ് ഹാറ്റ് അങ്ങനെയും പറയാം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ വെക്ടർ എന്താണ്? സിംപ്ലി സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. റൈറ്റ്? Okay, now we can use the fact that the gamma factor is same for each component. ഓരോ കോമ്പണന്റും gamma factor same ആണ്. Right? ഈ കാര്യം നമുക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഗാമ ഫാക്ടർ പുറത്തെടുക്കാൻ കഴിയും. ആക്ച്വലി ഗാമ എം നമുക്ക് പുറത്തെടുക്കാം. സോ യു ടേക്ക് ഔട്ട് ദിസ് ഗാമ എം, ഇവിടെ നിന്ന് ഗാമ എം പുറത്തെടുത്ത് ദേ ക്യാൻസൽ. Right? And what do you get? You get vx x hat plus vy y hat plus vz z hat divided by square root of vx square plus vy square plus vz square. And what is this? This is equal to v vector divided by modulus of v vector. And what is this? This is the unit vector in the direction of velocity vector. The v vector in the direction lulla unit vector. Okay, so this actually shows that the definition p vector equal to gamma mv vector has the same, if you define momentum like this, it will have the same direction as the velocity vector, provided gamma is gamma involves all these factors. So right, vx square plus vy square plus vz square. അതായത് ഗാമ ഫാക്ടറിൽ ഇവിടെയുള്ള ഗാമ ഫാക്ടറിൽ വരുന്ന v എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി. Okay, it's the speed of the particle. Right? Not any particular component, but the speed of the particle. Right? ഇനി അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, right, vx ന് ഗാമ എക്സും vy ക്ക് ഗാമ വൈയും vz ന് ഗാമ സെഡും ആയിരുന്നു എങ്കിൽ, right, അങ്ങനെയാണെങ്കിൽ this wouldn't cancel, and then in that case p vector and v vector would have different directions, and this is ill defined. Okay, this is not well defined. I hope this is clear. Alright. So note that all the components of p vector have the same denominator, which involves the whole speed v square is equal to vx square plus vy square plus vz square. The denominator of px is not square root of 1 minus vx square by c square, because this would yield a p vector that does not point along v vector. Right? We don't want this. We don't like this. So we'll avoid that definition. Okay. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റിലേഷൻ ആണ്.
Okay, among an infinite number of possible types of collision. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഈ ഒരു കൊളീഷന്റെ കാര്യത്തിൽ മാത്രമല്ലേ പി വെക്ടർ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുള്ളൂ കൺസേർവ്ഡ് ആയിട്ട്, ബാക്കി എല്ലാ കൊളീഷന്റെ കാര്യത്തിലും ഈ ഡെഫിനേഷൻ കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റം തരുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിക്കാം. ആ ചോദ്യം വാലിഡ് ആണ്, പക്ഷെ അൾട്ടിമേറ്റ്ലി അത് ഡിസൈഡ് ചെയ്യേണ്ട എക്സ്പെരിമെന്റ്സ് ആണ്. Right? So all experiments show that if you define p vector equal to gamma mv vector, right, or all experiments show that a quantity gamma mv vector is conserved. Right? For isolated system, a quantity gamma mv vector is always conserved. This is an experimental fact. This is also an experimental fact. Alright. So even though നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇത് ഡിഫൈൻ ചെയ്തതെങ്കിലും it actually experiments actually tell us that this quantity is indeed conserved in isolated systems. So particle collisions എടുക്കുകയാണെങ്കിൽ quantity conserved ആണെന്ന് കാണാൻ കഴിയും. Okay. So for this reason we can actually define this quantity as the actual momentum of the particle or the relativistic momentum of the particle instead of mv vector. Alright. Alright. അപ്പോൾ നമ്മൾ നമ്മുടെ യൂഷ്വൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മൊമെന്റവും അതുപോലെ റിലേറ്റിവിസ്റ്റിക് മൊമെന്റവും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, വി ബൈ സി നമ്മൾ വെലോസിറ്റി എടുക്കുകയാണ് ഈ ആക്സിസിൽ, ബട്ട് ഈ ടേക്ക് ഇൻസ്റ്റെഡ് ഓഫ് വി ടേക്ക് വി ബൈ സി, അതായത് വി ബൈ സിയുടെ മാക്സിമം വാല്യൂ 1 ആണ്. ഓക്കെ, ലീനിയർ മൊമെന്റം ഈ ഡയറക്ഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഗാമ എം വി വെക്ടറും മറ്റൊന്ന് എം വി വെക്ടറും ആണ്. ഇപ്പോൾ മൊമെന്റം അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് എം വിയും ഇത് ഗാമ എം വിയും. റൈറ്റ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോവർ സ്പീഡ്സിനാണെങ്കിൽ, അതായത് if v is much less than c, v by c is 0.2 up to 0.4, right? അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും സെയിം ആണ്. These are exactly the same. Okay, for low velocities these are exactly the same. For higher velocities they deviate. Okay, for higher velocities they deviate. അതായത് ന്യൂട്ടോണിയൻ മൊമെന്റവും റിലേറ്റിവിസ്റ്റിക് മൊമെന്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കാണുന്നത് ഹയർ സ്പീഡ്സിന്റെ കേസിൽ മാത്രമാണ്. റൈറ്റ്. ഇത് ആക്ച്വലി നമുക്ക് മാത്തമാറ്റിക്കലായിട്ടും കാണാൻ കഴിയും. നമ്മളൊരു കണ്ടീഷൻ, വേറെ എക്സ്ട്രാ കണ്ടീഷൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേറ്റിവിസ്റ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് വി മച്ച് ലെസ് ദാൻ സി എന്നുള്ള ലിമിറ്റിൽ യൂഷ്വൽ ന്യൂട്ടോണിയൻ മൊമെന്റം തന്നെ തരണം എന്നുള്ളതാണ്. ദിസ് ക്യാൻ ബി സീൻ ലൈക്ക് ദിസ് ഓൾസോ. ഓക്കെ, പി വെക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്ത് എം വി വെക്ടർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് മിസ് ചെയ്തിട്ടുണ്ട്. എം വി വെക്ടർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഈക്വൽ ടു എം വി വെക്ടർ 1 minus v square by c square whole raised to minus half. Okay, you make a binomial expansion and retain only first few terms. നമ്മൾ binomial expansion ആദ്യത്തെ ടേം മാത്രമാണ് എടുക്കുന്നതെങ്കിൽ this is equal to mv vector 1 plus half v square by c square plus it's, there are other terms. Okay, we'll neglect them. Okay, in e term this is v by c whole square. Now if v is much less than c, v by c is much less than 1, and then v by c square is even smaller than 1. Right? P term we can neglect here. For v much less than c, we can neglect this term and you get mv vector. Okay, so we see that for v much less than c, the expression for relativistic momentum reduces to a Newtonian expression for momentum. Right? So all these tell us that the correct definition for momentum, the correct definition for relativistic momentum is p vector is equal to gamma mv vector. It has components. In the component form, this is gamma mvx, gamma mvy, gamma mvz. Components ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ, okay, ഈ ഗാമ എന്താണ്? ഗാമ is 1 by square root of 1 minus v square by c square. And what is v square? V square is equal to v square is equal to vx square plus vy square plus vz square. അതായത് ഗാമ ഫാക്ടറിന്റെ ഉള്ളിൽ വരുന്ന v എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പീഡ്. ഓക്കെ, ഗാമ ഫാക്ടറിന്റെ ഉള്ളിൽ വരുന്ന v എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ. Right? It's the magnitude of velocity of the particle. Alright. So this is the definition for relativistic momentum. P vector is equal to gamma mv vector. Alright. So with that we'll conclude our discussion for relativistic momentum. In the next session we'll discuss the relativistic energy and concept called relativistic mass. Okay. So for now we'll stop. Thank you.